ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിൽ ഇന്ന് നടക്കാനായിരിക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ ഇന്നലെ ശ്രീലങ്കയോട് വിജയിച്ചതോടുകൂടി സൂപ്പർ ഫോർ ഒരു ത്രില്ലർ ഫിനിഷിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മറുഭാഗത്ത് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരങ്ങളിൽ വിജയിച്ച ടീമുകളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അതുകൊണ്ട് ഇന്നത്തെ മത്സരം വിജയിച്ച് ഫൈനൽ ബർത്ത് കൺഫേം ആക്കുവാൻ തന്നെയായിരിക്കും ഇരു ടീമുകളും ഇറങ്ങുന്നത്. പാകിസ്ഥാനെതിരെ നേടിയ മികച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിനെ നേരിടാനായി ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നത്. പാകിസ്ഥാനെതിരെ ഇറങ്ങിയ അതേ പ്ലേയിങ് ഇലവനെ തന്നെ ടീം ഇന്ത്യ ഇന്നത്തെ മത്സരത്തിനും പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മാറ്റമില്ലാത്ത പ്ലേയിങ് ഇലവൻ റിപ്പോർട്ടുകൾ പറയുമ്പോൾ മലയാളി താരം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് റിയാൻ ടെൻ നിർണായകമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. സഞ്ജു അദ്ദേഹത്തിന് ലഭിച്ച റോളിൽ എങ്ങനെ കളിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഓപ്പണിംഗിലും വൺ ഡൗണിൽ ക്യാപ്റ്റനും ശേഷം തിലക് വർമ്മയും എത്തുമ്പോൾ 5ാം നമ്പർ ബാറ്റിംഗ് പൊസിഷൻ മാത്രമേ സഞ്ജുവിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ടീമിന്റെ ആവശ്യമനുസരിച്ച് എങ്ങനെ അതിലേക്ക് തയ്യാറാകണമെന്ന് സഞ്ജു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അദ്ദേഹത്തിന്റെ എഫേർട്ടുകൾ കാണാതെ പോകുന്നില്ല എന്നും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ തന്നെയാണ് സഞ്ജുവിന് നൽകിയിട്ടുള്ളത് എന്നും ആ ഒരു ബാറ്റിംഗ് പൊസിഷനിൽ എങ്ങനെ മികച്ച രീതിയിൽ തിളങ്ങാനായി സാധിക്കുമെന്ന് സഞ്ജു തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നുമാണ് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിന്റെ പ്രതികരണമായി ഇന്ന് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലും സഞ്ജു 5ാം നമ്പറിൽ തുടരുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ ഇതിനെ കാണാനായി സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.